അമ്മേ ഞാനിപ്പോൾ വരാം. ഇന്നലെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം കണ്ടെത്താനാണ് ഈ യാത്ര. അതെപ്പോഴും അങ്ങനെയാണല്ലോ. ചില ബന്ധങ്ങളും സംഭവങ്ങളും നാം അവസാനിപ്പിച്ചാലും കാലം വീണ്ടും നാം അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകും. ഡാ വേഗം കയറി. ഇന്നെന്താ പ്ലാൻ? നമുക്ക് രാഗിണി മമ്മസിന് പോയാലോ? അപ്പം ഇന്ന് പണിയായി. ഓ നീ നിന്റെ പണി തുടങ്ങിയല്ലോ. ഹലോ ഹലോ, എവിടെയാ? ഞാൻ സണ്ണിയുടെ കൂടെയാ. എന്താടി? ഏയ്, ഞാൻ ചുമ്മാ വിളിച്ചതാ. എന്താ പരിപാടി? ഞങ്ങളൊരു സിനിമയ്ക്ക് പോവാ. ഏതാ ഫിലിം? ദൃശ്യം. അതെ, ഇന്ന് കുര്യൻസ് റെസ്റ്റോറൻറ്റിൽ വരുമോ? ഹലോ ഹലോ. ഛേ നാശം, ഫോണിൻ്റെ ചാർജും കഴിഞ്ഞു. ഡാ സണ്ണി, ആ ഫോണൊന്നും നടാ. പിന്നെ നിനക്ക് കണ്ണി കണ്ട പെമ്പിളരായിട്ട് കുറുങ്ങാനല്ലേ ഞാൻ ഫോണിൽ റീചാർജ് ചെയ്യും. അവക്കൊരു മിസ് കോൾ കൊടുത്താൽ അവള് തിരിച്ചു വിളിക്കും തന്നെ. എന്നാ അവളുടെ നമ്പർ ഒന്ന് തന്നെ, ഞാൻ രാത്രി ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഓ ശേ വൃത്തികെട്ടവൻ. ഓ ഇന്നാ ഫോൺ. ഞാൻ ആ കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. ഒന്ന് നിർത്തി, നിർത്ത്. എന്തുവാടാ? ഒരു മിനിറ്റ് പ്ലീസ്. എന്തുട്ടി കാണിക്കണം? നന്നായി പോയുള്ളൂ, അധികം ഷോപ്പ് കാണിച്ചിട്ടല്ലേ. നിന്നെ തന്നെ നോക്കുന്നത്.
ആരെത്തും? ഇവൻ ഇത് എവിടെ പോയി? ചേട്ടാ, എന്താ അവിടെ പ്രശ്നം? അവിടെ ഒരു പയ്യന് വണ്ടി തട്ടിയത്. ഇപ്പോഴത്തെ പിള്ളേർക്ക് മൊബൈൽ കയ്യിൽ കിട്ടിയ വല്ല ശ്രദ്ധയും വേണ്ടേ? ഒരു തടിച്ചിട്ടുള്ളവനാണോ? ആ, കുറച്ച് തടിച്ച് വെളുത്തിട്ട്. ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്? സരോജ നഴ്സിംഗ് ഹോം. അല്ലേലും വണ്ടിക്കാർക്ക് പണി ഉണ്ടാക്കാൻ ഇതുപോലെ ഓരോരുത്തരെ ഇറങ്ങിക്കോളും. എന്താ ഇത്ര ടെൻഷൻ? ഫ്രണ്ടിന് ഒരു ആക്സിഡൻറ്റ് പറ്റി, അല്പം സീരിയസാണ്. റോക്ക്ഫോർട്ട് ഗാർഡൻസ് വെച്ചുണ്ടായതല്ലേ? അതെ. പക്ഷേ ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്ത് നീ മൈൻഡ് ചെയ്യാണ്ടിരിക്കുന്നുണ്ടല്ലോ. അത് ആക്സിഡൻറ്റ് പറ്റിയത് എൻ്റെ കൂട്ടുകാരാണെന്ന് ഞാൻ കരുതിയില്ല. അത് നന്നായി. അവിടെ നിന്നിരുന്നവരും ഇങ്ങനെയാണ് ചിന്തിച്ചിരുന്നെങ്കിൽ നിൻ്റെ കൂട്ടുകാരൻ ഇപ്പോഴും അവിടെ തന്നെ കിടന്നേനെ. ശരിയാണ്, കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, പോലീസ് കേസും ഹോസ്പിറ്റലും ഒക്കെ ആയിട്ട്. പക്ഷെ ഒരു ദിവസത്തിലെ കുറച്ച് നേരം നമ്മളൊന്ന് മുന്നിട്ടിറങ്ങിയാൽ രക്ഷപ്പെടുന്ന ഒരു ജീവനായിരിക്കില്ലേ? ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങണം. എടാ നിനക്കല്ലേ ആക്സിഡന്റ് പറ്റിയത്? എനിക്കാ? നിനക്കെന്താടാ വല്ല വട്ടുണ്ടാ? അല്ല, നീ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടാൻ പോണ എന്തിനാ? ശരി, വാ പോവാ. നിനക്കാണ് ആക്സിഡന്റ് പറ്റിയെന്ന് ഞാൻ അവിടെ വിഷമിച്ചിരിക്കുക. അപ്പോഴവൻ്റെ ഇത് ആക്സിഡന്റ് പറ്റിയവന് വാങ്ങിച്ചു കൊടുക്കണം മരുന്നാ. ഞാനിത് വാങ്ങിച്ചു കൊടുത്തിട്ട് വരൂ. ചേട്ടാ, ഞാൻ അവനെ കണ്ടു. താങ്ക്സ് ചേട്ടാ. ശരി. എന്താ സംഭവിച്ചത്? ഞാൻ പറയാം, നീ കയറ്. കഷ്ടമായിപ്പോയി. ആ ചേച്ചിനെ ഈ 2 പെമ്പിളേരും വെച്ച് എങ്ങനെ ജീവിക്കാനാ? ആകെ ഉണ്ടായിരുന്ന അസുരമായിരുന്നു അജയൻ. ഈ അജയൻ്റെ വീട്? അതെ, ഇത് തന്നെയാണ്. എന്താ അവന് സംഭവിച്ചത്? ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. ആരും തിരിഞ്ഞു നോക്കാൻ പോലില്ലാതെ റോഡിൽ കിടന്ന ചോര വാർന്നാണ് മരിച്ചത്.
സ്വന്തം കാര്യത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തുന്ന സ്വാർത്ഥരായ നമ്മളെപ്പോലെയുള്ളവർ ഇതുപോലെയുള്ള ഓരോ അപകടങ്ങൾ കണ്ടില്ല എന്നടിക്കുമ്പോൾ അവിടെ ഇല്ലാതാവുന്നതൊരു ജീവനാണ്. അവൻ്റെ ഉറ്റവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ്.